പട്ടാളത്തിൽ മദ്യം കൊടുക്കുന്നത് PTSD എന്ന് പറഞ്ഞ പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രം അതിന് സഹായകരമായാണെന്ന് അവർ കണ്ടുപിടിച്ചതാണ്. ഭയങ്കര മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന തൊട്ടടുത്ത കൂട്ടുകാരൻ വെടികൊണ്ട് വീഴും, അതേപോലെ തന്നെ ക്ലോസ് റേഞ്ചിൽ അപ്പുറത്തുള്ള ആൾക്കാർ വെടികൊണ്ട് വീഴും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇൻവേഷൻ പോലെ ആണെന്നുണ്ടെങ്കിൽ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് കുട്ടികളെയെല്ലാം കൊല്ല ബാധ്യത വരും. ഇത് ജീവിതത്തിന് അർത്ഥശൂന്യത ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് അത്തരത്തിലുള്ള നമ്മളിപ്പോൾ അതിർത്തി കടന്ന് ആക്രമിക്കാൻ പോകുമ്പോൾ വീടുകളിനകത്തൊക്കെ നമ്മൾ പ്ലാൻഡായ രണ്ടുപേരും പട്ടാളക്കാരായിരിക്കുന്നവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ന്യായങ്ങളുള്ളൂ. പക്കയൊക്കെ നമ്മളിപ്പോഴും പറയുന്നത് നിഷ്കളങ്കരായ കുട്ടികളും സ്ത്രീകളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അതിർത്തി കടന്ന് അപ്പുറത്തോട്ട് കയ്യേറുന്ന സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്യുന്നവരായിട്ട് മാറും. നമ്മൾ ഈ മനുഷ്യനെ അയലത്തുള്ളവനെ എല്ലാം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് സ്കൂളിനകത്ത് ക്ലാസ്സിനകത്തൊക്കെ പഠിച്ചു പോയ ആൾക്കാരാണ് ഇതല്ല. പക്ഷേ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായ അനുഭവമായിട്ട് അത് മാറും. ധാർമ്മികമായും എല്ലാം വലിയ പ്രശ്നം അനുഭവിക്കും.